ഹലോ, ഡയറക്ടർ സുദേവൻ സാർ. സാർ ഇന്നലെ ഷൂട്ട് തുടങ്ങി. ഒരു കുഞ്ഞു പടമാണ്, വേറെ കുഴപ്പമില്ല. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഷൂട്ട് കഴിഞ്ഞത്. ഒരുപാട് സീൻ എടുത്തില്ല, ഒറ്റ സീൻ ഉണ്ടായിരുന്നുള്ളൂ. അത് നായക 1500 ടേക്ക് എടുത്തു. ഒരു ഡയലോഗ് പറഞ്ഞു. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. ഇന്ന് ലൊക്കേഷൻ ആതിരപ്പള്ളിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, മെയിനായിട്ടുള്ള ഇവിടെ വേണമെന്നില്ലായിരുന്നു. പക്ഷേ ഈ ആതിരപ്പള്ളി ഞാൻ കണ്ടിട്ടില്ല, വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ തെപ്പിച്ചത്. പിന്നെ ബാഹുബലിയിൽ ആന ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആനയെ മെയിൻ അല്ല, ഇമ്പോർട്ടന്റ് അല്ല. എങ്കിലും ഈ ആനപ്പുറത്ത് ഞാൻ കയറിയിട്ടില്ല, തൊടാനും തലവിടാനും എന്നൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ഫിക്സ് ചെയ്തത്. ഹെലികോപ്റ്റർ ഷോട്ട് ഉണ്ട്, അതും അത്യാവശ്യമുള്ളതൊന്നും അല്ല. പക്ഷെ ഹെലികോപ്റ്റർ ഞാൻ കയറിയിട്ടില്ല അതിനകത്ത്. അതുകൊണ്ട് 9 ഗസ്റ്റുള്ളു. അത് ഞാൻ വേറെ ഒന്നുമില്ല സാർ, ഒന്നുമില്ല. ശരി സാർ, ശരി സാർ. അത് വേറെ ഒന്നുമില്ല, നായകനെ മാറ്റി. അപ്പൊ ഒരു പുതിയൊരു നായകനെ കാസ്റ്റ് ചെയ്യണം. നമ്മുടെ ഡയറക്ടർ അനൂജ് സാറല്ലേ, അമൃത ടിവിയില്. അവിടെ നിന്ന് ഒരു ആർട്ടിസ്റ്റിനെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കണം. ഓക്കെ സാർ, ഞാൻ വിളിക്കാം സാർ. ഞാൻ സീൻ ഡിവൈഡ് ചെയ്തോണ്ട് ഞാൻ വിളിക്കാം. അനുജിന്റെ ആരും വിളിക്കില്ല. ഷെബിനെ, ഇന്നലെ എടുത്ത സീൻ ഒന്ന് ഇടുവാടാ പ്ലേ. ഹലോ അനു സാറേ, ഞാനിവിടെ എത്തിയേ. ഷൂട്ടിങ് നടക്കുന്നിടത്ത് ഈ തലയിൽ മരം കുത്തിയ വെച്ചേക്കുന്ന ആള് അയാളാണോ സംവിധായകൻ? ആണെന്ന് തോന്നുന്നു. ശരി സാറേ, ഞാൻ പോയി കണ്ടോളാം. എന്ത് ചെയ്യാന്ന് നോക്കിയാ, ഇന്നലെ ഷൂട്ട് ചെയ്ത സീനാണ്. ടിവിയിൽ വന്നോ? അതാണ് ഇപ്പൊ പടം ഇറങ്ങുന്നതിന് മുമ്പേ വാജ CD ഇറങ്ങും. ഭയങ്കര വിഷയമാണ്. നിങ്ങൾ ആരാണ്? ഞാൻ അമ്പിളിക്കുട്ടൻ. അമ്പിളിക്കുട്ടൻ. ഈ ഡയറക്ടർ അനൂജ് സാർ പറഞ്ഞു. സാറ് പറഞ്ഞു വിട്ടത്. ഈ കോമഡി മാസ്റ്റേഴ്സിൽ നിങ്ങൾ അവിടെ എന്താണ് ചെയ്യുന്നത്? കോമഡി മാസ്റ്റേഴ്സിൽ ഞാനവിടെ ഗ്രൂമറാണ്. ഇത്രയും ബുദ്ധിയില്ലാത്ത നിങ്ങളാണ് ഗ്രൂമർ? അങ്ങനൊന്നും പറയണ്ട. എന്നെ കാട്ടി മണ്ടന്മാരായിട്ടുള്ള പലവന്മാരും പല ചാനലിലും ഗ്രൂമറായിട്ട്. അതിനകത്ത് ചെറിയ വേഷം ചെയ്യാൻ വേണ്ടി വന്നതാണോ? സാറ് പറഞ്ഞിരുന്നു എന്തായാലും ചെറിയൊരു വേഷം തരാം. പക്ഷെ ഒരു കാര്യം അറിയണം, നിങ്ങളുടെ പോർട്ട്ഫോളിയോ എനിക്കൊന്ന് കാണണം. പിന്നെന്ത്? പോക്കറ്റ് ഇരിപ്പുണ്ടെന്ന് കാണിച്ചു തരാം. അമ്പിളിക്കുട്ടൻ 7 വയസ്സിൽ പോളിയോ എടുത്തിട്ടുണ്ട്. പോളിയോ സർട്ടിഫിക്കറ്റ്. പോളിയോ ഞാൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞുതരാം. താങ്കൾ മോണിറ്റർ തട്ടിയിട്ട് പൊട്ടിക്കരുതേ. അതെ, താങ്കൾക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും കഴിവുണ്ടോ, എന്തെങ്കിലും ചെയ്ത സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്നാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒരു ഫീൽഡിലും വർക്ക് ചെയ്തിട്ടില്ല. ഉണ്ട്. ഞാൻ പണ്ട് ഇതുപോലെ ഈ ക്ലാപ്പ് അടിക്കാൻ പോയിരുന്നു. അപ്പൊ എത്ര നാൾ വർക്ക് ചെയ്തോ? ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്തോളൂ. ഒരു ദിവസോ? എന്ത് പറ്റി? അത് ഈ ക്ലാപ്പ് അടിക്കേണ്ട സമയത്തല്ല അടിച്ചത്. ഏത് സമയത്താണ് അടിച്ചത്? നായകൻ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് അടിച്ചു കൊടുത്തു. എന്നിട്ട് നായകന്റെ ചുണ്ട് അതിന്റെ ഇടയിൽ കയറി താറാവിന്റെ ചുണ്ടോലൊക്കെ ഞാൻ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ രീതിയിൽ ചെയ്യണം. കോമഡി ചെയ്യുന്നത് നിങ്ങൾ അവിടെ കോമഡി മാസ്റ്റേഴ്സിൽ കോമഡി അല്ലേ? കോമഡി ഉണ്ട്. അപ്പൊ അവിടെയെങ്കിലും നമുക്ക് കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും? അയ്യോ, നല്ലൊരു പെങ്കൊച്ചുണ്ട്. ആണോ? ഇടിലോട്ട് കോമഡി പെങ്കൊച്ചു. നമുക്ക് കോമ്പിനേഷനിൽ വെക്കാം. കോമ്പിനേഷൻ നല്ല കോമഡി ആവള്. ഓക്കെ, പേരെന്താണ്? പേര് അഞ്ജന ആപ്ലിക്കേഷൻ കുട്ടൂസൻ. അഞ്ജന ആപ്ലിക്കേഷൻ കുട്ടൂസനാ? ആ കൊച്ചി സിനിമയിലുണ്ട് അഞ്ജന അപ്പുക്കുട്ട. ഇതൊക്കെയാണ് കഷ്ടം തന്നെ. അതല്ലേ നമുക്ക് വേറൊരു, അതായത് ഒരു കുഞ്ഞു നായിക, ഇയാൾക്ക് പറ്റിയൊരു നായിക. ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും നായികമാരെ ഞാൻ പേര് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയൂ, നമുക്ക് അതിനകത്ത്. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് നാണമാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, പെങ്കുച്ചുകളെ പേര് ഇത് എടുത്തോട്ട് കൊച്ചിന്റെ തട്ടിപ്പറിച്ചോണ്ട് ഓടി. ഞാൻ ഇങ്ങനെ ആക്കെ ഇഷ്ടമാണെങ്കിൽ. അങ്ങനെ ഓക്കെ. നമ്മുടെ ഈ സിനിമയ്ക്കകത്ത് ശ്വേതാമേനോന്റെ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ശ്വേതാമേനോന് ഇഷ്ടമാണോ? മഞ്ജു വാര്യർ, നയൻതാര, ഐശ്വര്യ റായ്. എന്നാ പിന്നെ ഒന്ന് മാറ്റി പിടിക്കാം, സണ്ണി ലിയോൺ. കളി പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. അപ്പോഴേ നമുക്ക് സംഭവം ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു സംഭവം ഇപ്പൊ ഈ ഒരു സീനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആ സീനിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതായത് ഇപ്പൊ നല്ല സിനിമകൾ നമ്മൾ വാച്ച് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മുടെ മെർലിൻ ബ്രാൻഡോ അഭിനയിച്ചിട്ടുള്ള ഗോഡ് ഫാദർ എന്നൊരു ഇംഗ്ലീഷ് പടമുണ്ട്. കണ്ടിട്ടുണ്ടോ? അടിപൊളി പടം. അതിന്റെ കഥ എങ്ങനെയുണ്ട്? കഥ എനിക്ക് അറിഞ്ഞൂടാ. അതെന്നറിയാൻ പറ്റാത്ത? അതെനിക്ക് ഭാഷ അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ സൗണ്ട് കുറച്ച് വെച്ചാ കണ്ടത്. അത് നിങ്ങൾക്ക് സിനിമയെ കുറിച്ച് ഒരു അറിവില്ലാത്തതുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിന്റേതായുള്ള തലത്തിലാണ് എഴുതി വെക്കുന്നത്. മനസ്സിലായോ? അതിനൊക്കെ പാടുണ്ട്. സാറേ, ഞാനൊരു സിനിമ എഴുതി വെച്ചിട്ടുണ്ട്. ആണോ? പക്ഷെ അത് കഥ ഇടിച്ചു നിൽക്കുക. ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സാറിനെ പോലെ ഉള്ളവരൊക്കെ സഹായിച്ചാൽ ചിലപ്പോ കഥ മുന്നോട്ട് പോകും. എന്റെ ഹെൽപ്പ് വേണ്ടി കുഴപ്പമില്ല. നിങ്ങൾ പറ, എന്താണെന്ന് കേൾക്കണം. എന്താണ് എന്റെ കണ്ടന്റ്? കഥ ഇടിച്ചു നിൽക്കുന്നത്. എവിടെയാണ് ഇടിച്ചിരിക്കുന്നത്? ഇതൊരു അച്ഛനും മോനുമായിട്ട് ഭയങ്കര സ്നേഹബന്ധത്തിലുള്ളൊരു കഥയാണ്. എപ്പോഴത്തെ ആ ഒരു ട്രെൻഡ്? അതെ, ഈ മകൻ ഭയങ്കര ശല്യമാണ്, കഞ്ചാവ് പോലെയും ഭയങ്കര പ്രശ്നമാണ്. അയ്യോ, കറക്റ്റ് സത്യറായി. അതെ, അങ്ങനെ ഒരു ദിവസം ഈ അച്ഛനും മോനുമായിട്ട് ചെറിയ പോട്ടി ഉണ്ടാവുന്നു. അച്ഛൻ ഒലക്കെടുത്ത് തലക്കടിക്കുന്നു, മോൻ അങ്ങ് മരിക്കുന്നു.
ഈ അച്ഛൻ ഈ മോന്റെ ശവശരീരം കെട്ടിയിട്ട് ഒരു പാലത്തിന്റെ അടി കൊണ്ടിടുന്നു. ആഹാ. അപ്പം ഈ ചെറുക്കനെ കാണാനില്ല. അങ്ങനെ നാട്ടുകാർ മൊത്തം അന്വേഷിക്കുന്നു, പോലീസുകാർ അറിയുന്നു, CBI കേസ് ഏറ്റെടുക്കുന്നു. പക്ഷെ ഡെഡ് ബോഡി എവിടെ നിന്ന് അറിയാൻ ഒക്കുന്നില്ല. ഇല്ല. കാര്യം ഡെഡ് ബോഡി അറിയാവുന്ന ഒരാൾ ഞാൻ, പിന്നെ ഒന്നാ കൊണ്ടിട്ട് അച്ഛൻ, പിന്നെ സാറ്. ഈ സാറ് ഞാൻ ഈ കഥ സാറിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് സാറ് തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ വേറെ ആളടുത്ത് പറയൂ. അതാ പറഞ്ഞു ഇടിച്ചിരിക്കുന്നത്. CBI അറിയുന്നില്ല. കഥ മുന്നോട്ട് പോകുന്നില്ല. ഇയാളെ കഥയും കൊണ്ട് പോയി. എനിക്ക് അവിടെ വേറെ ആവശ്യമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാനേ ഇതിനകത്ത് ഒരു സീക്വൻസ് എന്ന് ഞാൻ താങ്കൾ അഭിനയിച്ച് കാണിക്കും. നമ്മളിപ്പോ എടുക്കാൻ പോകുന്ന സീനാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ വേഷം തരാം. ശരി. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ ആവശ്യമുണ്ട്. അഖിൽ ഫ്രീ ആണ്? വെറുതെ ഫ്രീ ആണ്. ഒരു ചെറിയൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കാണാറുണ്ട്. ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. വേറെ ഒന്നുമില്ല, സ്പോട്ട് ഓഡിഷൻ ആയതുകൊണ്ട് ഇതിന്റെ സീൻ പിന്നീട് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഈ സീൻ എന്ന് പറഞ്ഞാൽ അഖിലിപ്പോ നായകനായിട്ടൊന്ന് അഭിനയിക്കണം. നായകനായിട്ട് അഭിനയിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് ഇയാളുടെ വില്ലൻ വേഷം എങ്ങനെ ഇയാൾ ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വില്ലനായിട്ട് മാക്സിമം നിങ്ങളുടെ എക്സ്പ്രഷൻ എക്സിബിറ്റ് ചെയ്തോണം. മനസ്സിലായല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം ഇദ്ദേഹം ഒന്ന് ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ പെങ്ങളെയാണ് നിങ്ങൾ പീഡിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദേഷ്യത്തിൽ സങ്കടത്തിൽ അദ്ദേഹം ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം നിങ്ങൾ കാണിക്കണം. മനസ്സിലായല്ലോ? ഒരു നായകൻ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വില്ലനാണ്, മെയിൻ വില്ലൻ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ഒന്ന് ഫോക്കസ് ചെയ്തോണേ പ്ലീസ്. അഖിലെ ഒന്ന് പൊലിപ്പിച്ചോണേ. ഓക്കെ, ആക്ഷൻ. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കും അല്ലടാ? പീഡിപ്പിക്കും, ഇനിയും പീഡിപ്പിക്കും. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ പീഡിപ്പിക്കും. എന്റെ പെങ്ങളെ നീ പീഡിപ്പിക്കുമല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ നായകൻ ചെയ്യാം. പുള്ളി നായകൻ ചെയ്യാൻ വേറെ ആളെ എനിക്ക് ഇടികൊള്ളാമെന്ന് ഞാൻ ചെയ്യാം. അത് തരാൻ പറ്റത്തില്ല. നിങ്ങൾ ക്യാഷ് എന്ന് പറഞ്ഞാലും തരാൻ പറ്റത്തില്ല. ഒരു 5 ലക്ഷം കൂടെ കൂടുതൽ. 15 ലക്ഷം. 5 ലക്ഷം ഞാൻ തരും. കാശ് തരാന്ന് പറഞ്ഞോണ്ടല്ല തൽക്കാലത്തേക്ക് നായ വേഷം തരാം. നിങ്ങൾ എങ്ങനെ ചെയ്യാൻ നോക്കാമല്ലോ. തൽക്കാലത്തേക്ക് ഒന്ന് വില്ലനായിട്ട് നിൽക്കണം. നെഗറ്റീവ് ഇഷ്ടമാണ്. നെഗറ്റീവ് നോക്കണം. നമുക്ക് അടുത്ത സിനിമയിൽ ഒരിക്കൽ കാണണം. അപ്പൊ എന്തായാലും ഓക്കെ, നമുക്ക് ചെയ്യാം. ഞാൻ നായകൻ. വില്ലനാണ്. എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചു അല്ലടാ? ഓക്കെ, ആക്ഷൻ. എന്റെ പെങ്ങളെ നീ പീഡിപ്പിച്ചു അല്ലേടാ? നിന്റെ പെങ്ങളെ ഞാൻ ഇന്നും പീഡിപ്പിക്കും, നാളെയും പീഡിപ്പിക്കും, മറ്റന്നാളും പീഡിപ്പിക്കും, സമയം കിട്ടുമ്പോഴൊക്കെ പേടിക്കും. നീ എന്നെ എന്ത് ചെയ്യണം? കഴിഞ്ഞില്ല. എനിക്ക് ഇടികൊള്ളാം. പൈസ തരണം, ഇടികൊള്ളണമല്ലോ. ഇതിനകത്ത് വേറെ വേഷം ഏത് തരണം സുഹൃത്തെ? വേറെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ പീഡിപ്പിക്കപ്പെട്ട പെണ്ണില്ലേ, പെൺകുട്ടിയുടെ വേഷം എങ്ങനെ തരും? ഞാൻ ചെയ്യാം. ഇടികൊള്ളാൻ വയ്യ. പെൺകുട്ടിയുടെ വേഷം തരാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ട്. ഒരു 5 ലക്ഷം കൂടെ കൂടുതൽ അന്ന് പറഞ്ഞോണ്ടല്ല. ഞാൻ പെണ്ണും. ശരി, അത് കുഴപ്പമില്ല. നിങ്ങളുടെ പെങ്ങളായിട്ടാണ്. എന്റെ പീഡനം ഏറ്റുവാങ്ങി വരികയാണ്. നിങ്ങളുടെ സങ്കടം പറയാൻ വേണ്ടി വരികയാണ്. ആ സങ്കടം പറയുന്ന സീനെങ്കിൽ നന്നായിട്ട് ചെയ്യും. പീഡനത്തിന് ഇരയായ കുട്ടിയാണ്. മനസ്സിലായല്ലോ? പെൺവേഷം ഇടികൊള്ളാൻ വയ്യ. 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഞാൻ ചെയ്തോളാം. സ്വന്തം ആങ്ങളുടെ അടുത്ത് പറയാണ്, സങ്കടം കുറച്ചുകൂടെ ആവാം. ചേട്ടാ, എന്റെ മോളെ എന്നെ അയാള് പീഡിപ്പിച്ചു. ചേട്ടാ, എങ്ങനെ? എന്നെ അയാള് പീഡിപ്പിച്ചു. ഏവന്റെങ്കിലും കൂടെ നാടും തെറ്റി നടന്ന് നാട്ടുകാർക്ക് നാണക്കേടുണ്ടാക്കിയിട്ട് പീഡിപ്പിച്ചു. എവിടെ തൊട്ടാലും അടി. സീക്വൻസ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. വേണ്ട, വേറെ അടിയുള്ളാത്ത വേഷം എന്താ? അടിയുള്ളാത്ത ഇനി ആകെ 3 ക്യാരക്ടറാണ് എന്റെ മെയിൻ ക്യാരക്ടർ ഉള്ളത്. പിന്നെ ഇനിയുള്ളത് ഒരു വഴിപോക്കനാണ്. അത് മതി. വഴിപോക്കൻ ആരും എടുത്തിട്ട് അടിക്കൂലല്ലോ. ഡയലോഗില്ല, കുഴപ്പമില്ല. ശരി, അപ്പൊ നിങ്ങൾ വഴിപോക്കൻ എടുത്തേക്ക്. ഒരു SI ക്യാരക്ടറാണ്. എന്റെ ഭയങ്കര ആഗ്രഹം. അതായത് ഈ പീഡനം നടന്നല്ലോ, അന്വേഷിക്കാൻ വേണ്ടി വരുന്ന SI ആണ്. ഇവിടെ ഇത് ആരെങ്കിലും കണ്ട ദൃക്സാക്ഷികളുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അന്വേഷണം വരുന്നു, ഡിസ്കഷൻ ചോദിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. പോലീസ് ആവുമ്പോൾ തൽക്കാലം ഹലോ, ഈ നാട്ടില് ഒരു പീഡനം നടന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തായിരുന്നു. ഓക്കെ, ആരെങ്കിലും ദൃക്സാക്ഷികളുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഞാനാണ് സാർ ദൃക്സാക്ഷി. ഞാൻ കണ്ടു സാർ പീഡിപ്പിക്കുന്നത്. താങ്കൾ എന്താ കണ്ടത്? അവൻ ആ പെൺകുട്ടിയെ പിച്ചിച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാൻ നോക്കിക്കൊണ്ട് തിന്നു സാർ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരുത്തൻ പിച്ചു ചെയ്യുന്നത് കണ്ടിട്ട് നീ ഒരു നാക്ക് കൊണ്ടൊരു വാക്ക് പോലും മിണ്ടാതെ നിന്ന്
ഇവനെ പിടിച്ച് മാറ്റി. ഇവൻ കഞ്ചാവ്. ഇവൻ കഞ്ചാവ്. സാമൂഹ്യദ്രോഹി സാമൂഹ്യ മതി 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 പിടിച്ച് മാറ്റി. കുഴപ്പമില്ല കുഴപ്പമില്ല ഇവൻ കഞ്ചാവാണോ? മതിയാകില്ലേ താങ്ക് യു ഓക്കെയാണ് ഓക്കെയാണ് ഓക്കെ ഞാൻ വിളിക്കാം ഞാൻ വിളിച്ചോളാം നമുക്ക് അടുത്ത പടത്തിൽ കാണണം ഉറപ്പായിട്ട് എന്നാലും എനിക്ക് ദേശീയ തീരുള്ളത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് ഈ പട്ടി താങ്ക് യു അഖിൽ താങ്ക് യു അയ്യോ മിണ്ടിയില്ല അവൻ അടുത്ത സിനിമയിൽ നല്ല ക്യാരക്ടർ ഉണ്ട് കേട്ടാ അടിപൊളി കുറെ ക്യാരക്ടർ വിടൂ പ്ലീസ് താങ്ക് യു സാർ ക്യാരക്ടർ വിട്ടിട്ടില്ല അദ്ദേഹം ഇവ MDMA പത്തടിന് അന്തരമാണ്. ക്യാരക്ടർ വിട്ടില്ല അതുപോലെയാണ് നമ്മൾ അഭിനയിക്കേണ്ടത് മനസ്സിലായോ അവനെ അടിച്ചല്ലേ? ഒരു കാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞ 15 ലക്ഷം രൂപയില്ലേ, അതിനൊരു 30,000 ഞാൻ കുറയ്ക്കേ. എന്തിന് അവനൊരു ഫംഗ്ഷന് വിളിക്കണം എന്റെ നാട്ടില്. അവൻ ഇരിക്കുന്ന കസേരയിലെ ബ്ലേഡ് കയറ്റി വെക്കും. എന്നിട്ട് അപ്പൊ അവന്റെ അതിവിടെ പറയല്ലേ അമ്പളിക്കോട്ടെ നിന്നെ എന്തിനാണ് അവിടെ വിളിച്ചു വരുത്തിയത് എനിക്ക് അറിഞ്ഞോടെ. അനൂപ് സാറിനെ തന്നെ വിളിക്കാം. ഹലോ അനൂപ് സാറേ. ഹലോ നമസ്കാരം. നമസ്കാരം നമസ്കാരം സാറേ സാർ അവിടെ നിന്ന് ഒരു ആളെ ഇവിടെ വിട്ടില്ല, ഒരു അമ്പളിക്കുട്ടൻ. ആ സാറിനോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു സാറേ, ഒരു സിനിമ എടുത്തോണ്ടിരിക്കുകയാണ് എന്തുപറ്റി? സാറേ. ഭയങ്കര തലവേദനയാണ് സാർ. അല്ല ആക്ച്വലി പുള്ളി ഇവിടെ ഒരു വലിയ തലവേദന ആയിരുന്നു. ഹലോ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയേ ഹലോ പറഞ്ഞു വിട്ടതാ. അല്ല സാർ ഹലോ 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 സാറും കട്ടി. ഇനി ഇവന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത എന്തിനാ എന്തായാലും പറയണേ സാർ പറഞ്ഞോ സാറേ. ഓക്കെ ഇനി പാക്കപ്പ് അവന്റെ കാര്യം അവൻ നോക്കിക്കോളും.